നമ്മൾ സർവീസിലേക്ക് എത്തിയിട്ട് 13 വർഷം കഴിഞ്ഞെങ്കിലും നമ്മളുടെ ഇന്റർവ്യൂ ബോർഡിൽ ചോദിച്ച ചോദ്യങ്ങൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മളെ കുഴപ്പിച്ച ചോദ്യങ്ങൾ ഒക്കെ. അങ്ങനെ സാറിനെ കുഴപ്പിച്ച 2-3 ചോദ്യങ്ങൾ മനസ്സിലുണ്ടോ, ഓർമ്മയിലുണ്ടോ? സിവിൽ സർവീസ് ഇന്റർവ്യൂ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം ഫോറസ്റ്റ് സർവീസാണ് ക്ലിയർ ചെയ്തത്. അപ്പം ഫോറസ്റ്റ് സർവീസിൻ്റെ ഇൻ്റർവ്യൂവിൽ എൻ്റെ അടുത്ത് നിങ്ങൾ വന്നത് ഏത് സമയത്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അപ്പോൾ 9 മണിക്കോ മറ്റോ ആയിരുന്നു എത്താൻ പറഞ്ഞിരുന്നത്. രാവിലെ 9 മണി രാവിലെ. അപ്പോൾ 8:45 ഞാൻ എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു എന്താ ചെയ്തതെന്ന് ചോദിച്ചു. ഇത്രയും സമയം ഞാൻ പറഞ്ഞു ഐ വാസ് സ്റ്റാൻഡിങ് ഔട്ട് സൈഡ് ദി ഗേറ്റ്, മെയിൻ ഗേറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു നിങ്ങൾ നിൽക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ, മെയിൻ ഗേറ്റിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു അവന്യൂ ട്രീ നിൽക്കുന്നുണ്ടായിരുന്നു, ഒരു മരം നിൽക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അത് ഏത് മരമായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. നാച്ചുറലി നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ ഫുൾ ടെൻഷനിലിരിക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന മരം ഏതാണ് നമ്മൾ ശ്രദ്ധിക്കില്ല. ഫോറസ്റ്റ് സർവീസ് ആണല്ലോ നാച്ചുറലി. അപ്പോൾ അവരത് പറയുകയും ചെയ്തു, നിങ്ങൾ ഫോറസ്റ്റ് സർവീസിലേക്ക് വരുന്ന ഒരു ഇന്റർവ്യൂ ആണ്, ഓഫീസറാണ്. അപ്പോൾ നാച്ചുറലി യു മൈറ്റ് ഹാവ് നോട്ടീസ് ദാറ്റ് പറഞ്ഞു. അപ്പം ഗുണമുണ്ടായത് ഡൽഹിയിൽ ഞാൻ 1 വർഷത്തോളം ഉണ്ടായിരുന്നു അതിനു മുന്നേ. അപ്പം ഡൽഹിയിൽ ആകെ 2 തരത്തിലുള്ള മരങ്ങളാണ് കണ്ടിട്ടുള്ളത്. ഒന്ന് ഞാവലാണ്, ഒന്ന് നീമാണ്. നീം പറഞ്ഞ വേപ്പ്. ഓക്കെ, ഈ 2 മരങ്ങളാണ്. അപ്പം ഞാൻ ചോദിച്ചു സാർ ഞാനൊന്ന് ഗസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നീമാണെന്ന് പറഞ്ഞു. ഓക്കെ, അത് നീമായിരുന്നു ഫോർച്യുനേറ്റ്ലി. അപ്പോൾ അവർ ചോദിച്ചു നീമിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്. നീമിൻ്റെ സീഡ്സിൽ ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. ഓക്കെ, അത് പെസ്റ്റിസൈഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുകൊണ്ടാണ് അത് പെസ്റ്റിസൈഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ എന്നിട്ട് അവർ പറഞ്ഞു നിങ്ങൾ യു ആർ എ ഗ്രാജുവേറ്റ് ഇൻ അഗ്രികൾച്ചർ, സോ ഓട്ടോമാറ്റിക്കലി യു മസ്റ്റ് ബി നോയിങ് ഇറ്റ് എന്ന് പറഞ്ഞു.